വെൽക്കം ബാക്ക് ടു മുഅല്ലിമ ചാനൽ. പീരിയഡ്സ് ആകുന്ന സമയത്ത് കൊഴിഞ്ഞു പോകുന്ന മുടിയും വെട്ടുന്ന നഖവുമെല്ലാം എന്താണ് ചെയ്യേണ്ടത്? അതിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി കഴുകുമ്പോൾ നമ്മൾ എന്താണ് ചൊല്ലേണ്ടത്? അതുപോലെ തന്നെ ആർത്തവ രക്തം നിലച്ചതിന് ശേഷം ശുദ്ധിയായി കുളിക്കുന്ന സമയത്ത് എപ്പോഴാണ് നഖം മുറിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആർത്തവ സമയത്ത് കൊഴിഞ്ഞു പോകുന്ന മുടിയും പ്രസവശേഷമുള്ള നിഫാസിന്റെ സമയത്ത് കൊഴിഞ്ഞു പോകുന്ന മുടിയുമെല്ലാം നിങ്ങൾ എടുത്തു വെച്ച് അത് ശുദ്ധിയാകുന്ന സമയത്ത് ശുദ്ധിയാക്കി കുഴിച്ചിടുക എന്നുള്ളത് നമ്മൾ കാലങ്ങളായി തുടർന്നു പോരുന്ന ഒരു പതിവാണ്. എന്നാൽ ഇങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല. ആർത്തവ സമയത്തോ മറ്റോ നമ്മൾ ചീകുമ്പോൾ കൊഴിഞ്ഞു പോകുന്ന മുടി നമ്മൾ എടുത്തു വെച്ച് അതിനെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊഴിഞ്ഞു പോകുന്ന മുടിയെ നമ്മൾ കുഴിച്ചിടുകയാണ് വേണ്ടത്. കുഴിച്ചിടുന്നതിന് മുമ്പ് അത് ശുദ്ധീകരിക്കാൻ വേണ്ടി കഴുകുകയോ കഴുകുന്ന സമയത്ത് പ്രത്യേകമായി ഷഹാദത്ത് ചൊല്ലുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ കൊഴിഞ്ഞു പോകുന്ന മുടിയും വെട്ടുന്ന നഖവുമെല്ലാം കുഴിച്ചിടണം എന്നുള്ളത് നിർബന്ധമാണ്. സ്ത്രീകളുടെ മുടിയും നഖവുമെല്ലാം തന്നെ ഔറത്തായതുകൊണ്ട് അത് മറ്റുള്ളവർ കാണാതെ കുഴിച്ചിടേണ്ടത് അത്യാവശ്യമാണ്. ഇത് ആർത്തവ സമയത്ത് മാത്രമല്ല, അല്ലാത്തപ്പോഴും സ്ത്രീകളുടെ നഖവും മുടിയും വെട്ടിമാറ്റി കഴിഞ്ഞാൽ അത് കുഴിച്ചിടുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ആർത്തവ സമയത്ത് നിങ്ങൾ മുടിയുടെ തുമ്പ് വെട്ടുന്നതിനോ മനഃപൂർവ്വം മുടി വെട്ടിക്കളയുന്നതിനോ ഒരിക്കലും ശ്രമിക്കരുത്. അത് തീർച്ചയായും തെറ്റാണ്. അതുപോലെ തന്നെ പീരിയഡ്സ് ആയ സമയത്ത് നിങ്ങൾ ഒരിക്കലും നഖം വെട്ടാതിരിക്കുക. ആ സമയത്ത് മനഃപൂർവ്വം നഖം വെട്ടുന്നതും മുടി മുറിച്ചു കളയുന്നതും തീർച്ചയായും തെറ്റാണ്. അത് പൂർണ്ണമായും ഒഴിവാക്കണം. ഇനി അഥവാ നഖം പൊട്ടിയോ ഒരൽപ്പം കീറിയ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാവുന്നതാണ്. അതല്ലാതെ ആർത്തവത്തിന് മുമ്പായി നഖം വെട്ടാൻ മറക്കുകയും ആർത്തവ സമയത്ത് അത് വെട്ടി മാറ്റുകയും ചെയ്യുക എന്നുള്ളത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു പ്രവണത തന്നെയാണ്. കാരണം പീരിയഡ്സ് ആവുന്നത് ഏകദേശം ഒരു ഡേറ്റ് നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ പീരിയഡ്സ് ആവുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് നഖം വെട്ടി മാറ്റാവുന്നതാണ്. ആ സമയത്ത് നഖം വളർന്നത് ശ്രദ്ധിക്കാതെ പീരിയഡ്സ് ആവുന്ന സമയത്ത് നഖം വെട്ടാനായി നീക്കി വെക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തു നിന്നും വരുന്ന തെറ്റാണ്. അതുകൊണ്ട് തന്നെ പീരിയഡ്സ് ആവുന്നതിന് മുമ്പ് നഖം വെട്ടാൻ മറന്നുപോയിട്ട് നിങ്ങൾ പീരിയഡ്സ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നഖം വൃത്തിയായി സൂക്ഷിക്കുക. നഖത്തിൻ്റെ ഉള്ളിലെ ചെളി വൃത്തിയാക്കി കുളി കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾ നഖം മുറിച്ചു മാറ്റേണ്ടത്. പലർക്കുമുള്ള ഒരു സംശയമാണ്, ശുദ്ധിയായി കുളിക്കുന്നതിന് മുമ്പ് ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന സമയത്താണോ നഖമെല്ലാം വെട്ടി ക്ലീൻ ചെയ്യേണ്ടത് എന്ന്. ഒരിക്കലുമല്ല, ശുദ്ധിയായി കുളിച്ചതിന് ശേഷമാണ് നഖം വെട്ടേണ്ടത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നഖത്തിനുള്ളിലെ ചെളി കൃത്യമായി വെള്ളം ചേരുന്ന രീതിയിൽ നന്നായി വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് സംശയമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ വീഡിയോസായി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.